എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ജോഗ്രഫിയാണ് റിവിഷൻ ചെയ്യേണ്ടത്. 50 ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളിലൂടെ തന്നെ റിവിഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരുവിധം എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേഘരൂപവൽക്കരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് അന്തരീക്ഷത്തിലെ ഏത് മണ്ഡലത്തിലാണ്? ഓക്കെ, ഏതാണ് വരുന്നത്? അതെ, ട്രോപ്പോസ്ഫിയറിലാണ് അല്ലേ? ട്രോപ്പോസ്ഫിയറിലാണ്. നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഈ ഓർഡറിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മഴ, മഞ്ഞ്, കാറ്റ് ഇതൊക്കെ എവിടെയാണ് അനുഭവപ്പെടുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ് അനുഭവപ്പെടുന്നത് ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാക്കിയൊക്കെ അടുത്ത ഓരോ ചോദ്യങ്ങളായിട്ട് വരും കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് നദിയാണ് ഉത്തരായന രേഖയെ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്നത്? അതെ, ഉത്തരായന രേഖയെ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്നത് മഹിയാണ്. ആകെ 2 അക്ഷരമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 2 പ്രാവശ്യം മുറിച്ച് കടക്കുന്നത് ആരാണ്? മഹി എന്ന് പറയുന്ന നദിയാണ്. മൂന്നാമത്തെ ചോദ്യം, ഷിപ്കില ചുരം, ഏത് ചുരമാണ്? ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ചുരങ്ങൾ നമുക്കറിയാലോ അല്ലേ? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ് ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. എന്താണ്? ശരിയല്ലാത്തതാണ് വേണ്ടത്. 4 ഓപ്ഷൻസ് കാണാമല്ലോ അല്ലേ? അപ്പോൾ 4 എണ്ണം വായിച്ച് നോക്കുക. എന്നിട്ട് ഏതാണ് തെറ്റായതെന്നാണ് വേണ്ടത്. ഏത്? കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ. ഓക്കെ, ഓരോന്ന് വായിച്ചു നോക്കാം. കിഴക്കാണേ, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണല്ലോ. പടിഞ്ഞാറൻ തീരസമതലത്തേക്കാൾ വീതി കുറവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് തെറ്റല്ലേ? അതെ. ഡെൽറ്റ രൂപവൽക്കരണം നടക്കുന്നു. ശരിയാണല്ലോ. കായലുകൾ കാണപ്പെടുന്നു. അത് കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണോ? അല്ല. അപ്പം നമുക്ക് തെറ്റായതായിരുന്നു വേണ്ടത്. 2ഉം 4ഉം എന്താണ്? തെറ്റാണ്. അപ്പോൾ ഓപ്ഷനിലുണ്ടോ നോക്കൂ? 2ഉം 4ഉം ഉണ്ട് അല്ലേ? 2ഉം 4ഉം ആണ് ആൻസർ ശരിയായിട്ടുള്ളത്. എന്നാൽ ഓപ്ഷൻ നമുക്ക് തെറ്റായതായിരുന്നു വേണ്ടത്. അപ്പോൾ 2ഉം 4ഉം ആണ് തന്നിട്ടുള്ളതിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം ആണ്. അതൊക്കെ ഏതിൻ്റെ പ്രത്യേകതയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണല്ലോ അല്ലേ? ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 5ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫസ്റ്റ് തന്നെ ഇരിപ്പുണ്ട് അല്ലേ? കബനി. കാവേരി നദിയുടെ പോഷക നദിയാണ് തന്നിരിക്കുന്നതിൽ കബനി നദി. 6ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര ഏതാണ്? ഉത്തര മഹാസമതലമാണ് അല്ലേ? ഉത്തര മഹാസമതലം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 7ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നർമ്മദ നദിയുടെ പോഷക നദി. നർമ്മദ നദിയുടെ പോഷക നദി തന്നിരിക്കുന്നതിൽ ഹിരൺ ആണ് കേട്ടോ. ഹിരൺ ആണ് നർമ്മദയുടെ പോഷക നദി. 8ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഉൾപ്പെടാത്ത തുറമുഖം. ഇതിൽ പെടാത്തതാണ്. അപ്പം നവശേവ പടിഞ്ഞാറ് വരുന്നതാണ്. മംഗലാപുരവും ശരി, കാണ്ട്ലയും ശരി. ഇതിൽ പെടാത്തത് ഏതാണ്? ഹാൽഡി ആണ്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ തീരത്ത് ഉൾപ്പെടാത്ത തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് കേട്ടോ. 9ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ എന്താണ്? ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. അതെ, ഈ തന്നിരിക്കുന്ന 4 ഉപദ്വീപീയ നദികൾ തന്നെയാണ്. അതിൽ നീളം കൂടിയതാണ് നമുക്ക് വേണ്ടത്. ഏതാണ്? അതെ, ഓപ്ഷൻ സി ഗോദാവരിയാണ് വരുന്നത്. 9 ഓപ്ഷൻ സി ഗോദാവരി. 10ാമത്തേത്, ചുവടെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത പർവ്വതനിര ഏതാണ്? ട്രാൻസ് ഹിമാലയത്തിൽ പെടാത്തത്. അപ്പം നമുക്കറിയാം ട്രാൻസിലാണ് ആരൊക്കെ വരുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, അവരൊക്കെ ഈ ഓപ്ഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ പെടാത്തത് ഏത് തന്നെയാണ്? ഓപ്ഷൻ എ ഹിമാചൽ ആണ്. ഹിമാചൽ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഏതിൽ വരുന്നതാ? ഹിമാലയത്തിൽ വരുന്നതാണ്.
ട്രാൻസ് ഹിമാലയത്തിലാണ് ആരൊക്കെ വരുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏത്? ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. 12, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം. ശ്രദ്ധിക്കുക, ധാന്യം ആണെങ്കിൽ മാറിട്ടോ. ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ധാതുക്കളുടെ കലവറയാണ്. അപ്പം നമ്മുടെ ആൻസർ ഏത് വരും? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. പഴക്കമേറിയത് ഏത് തന്നെയാണ്? ഉപദ്വീപീയ പീഠഭൂമി തന്നെയാണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? അപ്പം മണ്ണിനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ആ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അത് തന്നെയാണ് എന്ത്? ചെങ്കൽ മണ്ണ് എന്നും അറിയപ്പെടുന്നത്. ഈ ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ? കേരളത്തിലൊക്കെ ഉള്ളത് ലാറ്ററൈറ്റ് മണ്ണാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? മൺസൂൺ മഴയും അതേപോലെ ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണാണ് ഈ ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമ അസ്വസ്ഥത കേട്ടിട്ടുണ്ടല്ലോ. ഈ പ്രതിഭാസം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലമാണ് അല്ലേ? നമുക്കറിയാം, എന്തോ മെഡിറ്ററേനിയൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ജെറ്റ് പ്രവാഹങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. പശ്ചിമ അസ്വസ്ഥത അല്ലേ? അത് ശൈത്യകാലത്ത് രൂപപ്പെടുന്നത് ഒരു പ്രതിഭാസമാണ്. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരപർവ്വത മേഖല ഏതാണ് ആൻസർ വരുന്നത്? നിങ്ങൾക്ക് ഡി ഓപ്ഷൻ കാണുന്നില്ല അല്ലേ? ഉത്തരപർവ്വത മേഖല. ഇപ്പം എല്ലാം കാണാമല്ലോ. ഓക്കെ, ഇനി പറഞ്ഞോളൂ. ഹിമാലയം, ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതാണല്ലോ നമ്മൾ പഠിച്ചത്. അതേതൊക്കെയാണ്? 1, 2, 4. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 16 ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഓക്കെ, എല്ലാം കാണാമല്ലോ. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നത്? ആദ്യം നമുക്ക് ചേരുംപടി ചേർക്കാം. സോജില എല്ലാവർക്കും അറിയാലോ അല്ലേ? സോജില ഏതാണ് വരിക? ശ്രീനഗർ, കാർഗിൽ തന്നെയാണ് സോജില വരുന്നത്. ഓക്കെ. പിന്നെ നാദുലയും അറിയാലോ. നാദുല വരുന്നത് സിക്കിമും ഏതാണ്? സിക്കിമിന് ടിബറ്റാണ് അല്ലേ? പിന്നെ ജൽപലയും ബനിഹാളുമാണ് നമുക്ക് നോക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ 2B വരുന്നത് ഏതൊക്കെയാണുള്ളത്? 2B വരുന്നത് ഇത് 2 ഉള്ളൂ. ഇനി 3A വരുന്നത് ഏതാണ്? ഇതേ ഉള്ളൂ. അപ്പം നമുക്ക് നേരിട്ട് ഓപ്ഷനിലേക്ക് 2 അറിഞ്ഞപ്പോഴേക്കിനെ നമ്മൾ എത്തി. ബാക്കി നോക്കി നോക്കാം. 1D ബനിഹാളിനെ ജമ്മുവും ശ്രീനഗറും ആണ്. ശരിയാണേ. പിന്നെ 4C നോക്കൂ, ജൽപല, സിക്കിം, ലാസ, അതും ശരിയാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക. 11 ഓപ്ഷൻ ബി ആണ് വരുന്നത്. നമുക്ക് അറിയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു നോക്കുക. അപ്പം നമ്മൾ ചെയ്തത് സോജില, ശ്രീനഗർ, കാർഗിൽ, നാദുല, സിക്കിം, ടിബറ്റ്, ബനിഹാൾ, സിക്കിം, ലാസ, സോറി ബനിഹാൾ, ജമ്മു, ശ്രീനഗർ, ശ്രീനഗർ, ജൽപലയാണ് സിക്കിം, ലാസ. ഞാൻ ഇങ്ങനെ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇങ്ങനെയാട്ടോ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഇത് നോക്കിയാൽ മതി. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. 1D, 2B, 3A, 4C. ശരി. 11ാമത്തത്. ഓക്കെ. 11അല്ല, ക്വസ്റ്റ്യൻ നമ്പർ മാറിയോ? 16, 17. ഓക്കെ 17 കേട്ടോ. 17. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. ഓക്കെ, അപ്പം നമുക്ക് ഏതാണ് വേണ്ടത്? ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. നോക്കി നോക്കിയാലോ. സിവാലിക്കിൽ കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരയാണ് ഡൂണുകൾ എന്നാണ് പറയുന്നത്.
ശരിയാണോ? ശരിയാണ് അല്ലേ. ഏറ്റവും വലിയ ഡൂണാണ് പട്ലി ഡൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്, ഡെറാഡൂൺ ആണല്ലേ. ഡൂൺ താഴ്വരകളിലെ പ്രധാന വൃക്ഷങ്ങളാണ് സാൽ മരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ശരിയാണ്. അപ്പം നമുക്ക് ശരിയായതാണല്ലോ വേണ്ടത്, അതുകൊണ്ട് ഏതാണ് വരിക? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ, 1ഉം 3ഉം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 19ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഓപ്ഷൻ ഡി മജുലി ആണല്ലോ. 19 ഓപ്ഷൻ ഡി മജുലിയാണ്. 20ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തര മഹാസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏതാണ്? ഉത്തര മഹാസമതലവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാണാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്ന പ്രദേശം ശരിയാണേ? ശരി. പിന്നെയോ, ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ശരി. ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്റർ വരെ. ശരിയാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ എത്രാമത്തെ ചോദ്യമായിരുന്നു? 20ാമത്തെ ചോദ്യമാണ്. എല്ലാം ശരിയാണ് കേട്ടോ, ഇവയെല്ലാം ശരിയാണ് അല്ലേ. ധാന്യപുര എന്നറിയപ്പെടുന്നു, പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. പിന്നെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നതും ഈ ഉത്തര മഹാസമതലം തന്നെയാണ്. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പശ്ചിമ തീര സമതലത്തിൻ്റെ ഭാഗമായി വരാത്തതേത്? ഏത് തീരമാണ് ചോദിച്ചത്? പശ്ചിമ തീര സമതലമാണ്. പശ്ചിമ തീര സമതലം. ഓക്കെ, അതിൽ വരാത്തത് ഏതെന്നാണ് ചോദ്യം. ഗുജറാത്ത് അതിൽ വരുന്നതാണോ? അതെ. കൊങ്കൺ തീരം അതിൽ വരുന്നതാണോ? അതെ. കോറമാണ്ടൽ തീരം വരുന്നതാണോ? അല്ല. 4 മലബാർ തീരം വരുന്നതാണോ? അതെ. അപ്പം നമുക്ക് എന്തായിരുന്നു വേണ്ടത്? 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭാഗമായി വരാത്തതാണ് വേണ്ടത്. അപ്പോൾ വരാത്തത് ഏതാണ്? കോറമാണ്ടൽ തീരം ഇതുമായി വരാത്തതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 3 മാത്രം. ഓക്കെ, കോറമാണ്ടൽ തീരം ഇപ്പുറത്തല്ലേ വരുന്നത്? കിഴക്കൻ തീര സമതലത്തിലല്ലേ വരുന്നത്? കോറമാണ്ടലും വടക്കൻ സിർക്കാസിസ് എന്നുമല്ലേ നമ്മൾ പഠിച്ചത്. ബാക്കി ഓപ്ഷനിലുള്ളവരെല്ലാം ഇപ്പുറത്തെ ഭാഗത്ത്, പടിഞ്ഞാറൻ ഭാഗത്താണ് വരുന്നത് കേട്ടോ. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ, മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത്? മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് ഏതാണ്? അതെ, 9 ഡിഗ്രി ചാനലാണ്. 9 ഡിഗ്രി ചാനലാണ്. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡിയാണ് വേണ്ടത്. തെറ്റായ ജോഡിയാണ് വേണ്ടത്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ശരിയാണ്. സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി സത്ലജ്. ശരി. പഞ്ചനാദ് നദികളിലെ ഏറ്റവും ചെറിയ നദി ബിയാസ്. ശരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി രവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ആര് തന്നെയാണ്? ബിയാസ് തന്നെയല്ലേ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരിക. തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 23 ഓപ്ഷൻ ഡി ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, നദികളും അവയുടെ ഉത്ഭവസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അറിയുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എഴുതി വയ്ക്കുക. കൃഷ്ണക്കുന്നുകൾ ഏതാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ ആണല്ലോ. അതെ, ശരിയാണ്. നമുക്ക് ഏതായാലും എനിക്ക് എപ്പോഴും മാറിപ്പോവും. ശരിയായതാണ് വേണ്ടത്. ശരിയായതാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ശരിയായതാണ് വേണ്ടത്. ഓക്കെ, കൃഷ്ണക്കുന്നുകൾ മഹാബലേശ്വർ ആണ്. കൃഷ്ണക്കുന്നുകൾ മഹാബലേശ്വരാണ്. പിന്നെ ഏതാ അറിയാം നിങ്ങൾക്ക്? കാവേരി ബ്രഹ്മഗിരി എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പഠിച്ചു വെച്ചത്. അതും ശരിയാണ്. അപ്പം 2ഉം 4ഉം ശരിയാണ്. പിന്നെ തെറ്റായത് ഇപ്പോൾ ഏതാണ്? ഗോദാവരി ഛത്തീസ്ഗഡിലെ മൈക്കല നിരകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആണോ? അല്ല. ഗോദാവരി ഏതാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ആര്? ഗോദാവരി. നാസിക്കാട്ടോ, നാസിക്. അപ്പം 1 തെറ്റല്ലേ. അപ്പോൾ 1 വരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റി നോക്കൂ. കട്ട് ചെയ്ത് മാറ്റി. അപ്പം 4 മാത്രമാണോ ശരി? അല്ല, 2ഉം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എയിലേക്ക് എത്താം. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് എത്താം. നമുക്ക് നോക്കി നോക്കാം. ഇനി അടുത്തതും കൂടി നോക്കാം.
കാവേരി ശരി. നർമ്മദയോ? മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് കൊടുത്തിട്ടുണ്ട്. നർമ്മദ ആണോ? അല്ല, നർമ്മദ ഏത് തന്നെയാണ്? മൈക്കല നിരകളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തതാണ് ഇവർ സംഭവം. ഗോദാവരിയാണ് ഏത്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല. നർമ്മദയാണ് ഏത്? ഛത്തീസ്ഗഡിലെ മൈക്കല നിരകൾ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ബാക്കി നമ്മൾ ശരിയാക്കിയിട്ടുണ്ടേ, പഠിക്കണേ. ഓക്കെ, 24 അല്ലേ കഴിഞ്ഞത്. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർത്തോ? ഇതിൽ ആദ്യം അറിയുന്നത് നമുക്ക് ചേരുംപടി ചേർക്കാം. ഗോവയുടെ ജീവരേഖയാണ് മണ്ഡോവി എന്നറിയാം. ഓക്കെ, പിന്നെയോ? പിന്നെ ഏതറിയാം? സിക്കിമിലെ ജീവരേഖയാണ് ടീസ്റ്റ എന്നറിയാം. ഇത് വെച്ചിട്ട് നോക്കി നോക്കാം. 4B വരുന്നത് ഇവിടെ 2 എണ്ണമാണുള്ളത്. പിന്നെയോ 1C വരുന്നതോ ഇതാണുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എത്രാമത്തെ ആയിരുന്നു? 25ാമത്തെ അല്ലേ? 25 ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത്. ഏതാണ്? 1C, 2D, 3A, 4B. 2 എണ്ണം ശരിയാക്കിയപ്പോഴേക്കും നമ്മൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. നമുക്ക് നോക്കി നോക്കാം. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റയാണ്, ശരി. മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന, ശരി. മധ്യപ്രദേശിൻ്റെ ജീവരേഖയാണ് ഏത്? നർമ്മദ. പിന്നെ ഗോവയുടെ ജീവരേഖ മണ്ഡോവി. ഓക്കെ, ഞാൻ വരച്ചത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടി പറഞ്ഞുതരാം. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ. ഓക്കെ, പിന്നെയോ മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന. പിന്നെ മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ. ഗോവയുടെ ജീവരേഖ മണ്ഡോവി. ഓക്കെ ആണേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. 26ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഹിമാലയൻ നദികളുടെ പ്രത്യേകതയിൽ ഉൾപ്പെടാത്തതാണേ. കാണാലോ അല്ലേ? സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഓക്കെ, അപരദന തീവ്രത കൂടുതൽ, ശരി. കുറഞ്ഞ ജലസേചന ശേഷി, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു, ശരിയാണ്. നമുക്ക് എന്താ വേണ്ടത്? 26ാമത്തത് എന്തായിരുന്നു? ഉൾപ്പെടാത്തതാണ്. ഉൾപ്പെടാത്തതെന്ന് പറയുമ്പോൾ 3 മാത്രമല്ലേ വരിക അല്ലേ? ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക അല്ലേ? ഓക്കെ, 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ഉണ്ട്. ഏതാണ്? ഭൂപ്രകൃതി എന്ന് പറയുന്നു, അക്ഷാംശീയ സ്ഥാനം പറയുന്നു, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. എല്ലാം ശരിയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, ഇനി 28ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണേ. 28. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായതാണേ വേണ്ടത്. എല്ലാം കാണാമല്ലോ? ഓക്കെ, എല്ലാം കാണാം. ഉഷ്ണകാലത്തിൻ്റെ പ്രത്യേകതയിലൊന്നാണ് പശ്ചിമ അസ്വസ്ഥത. ശരിയാണോ? അല്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലത്തിൻ്റെ ആണെന്ന്. അതുകൊണ്ട് അത് തെറ്റാണ്. നമുക്ക് ശരിയല്ലേ വേണ്ടത്? ഓക്കെ, ഇനി ശരിയല്ലേ വേണ്ടത്? ഓക്കെ, ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെ, ശരിയാണ്. ഇന്ത്യയിൽ ഉഷ്ണക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ. അതെ, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2ഉം 3ഉം ആണ് നമുക്കിവിടെ വരുന്നത്. 2ഉം 3ഉം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇരിക്കുന്നത് അല്ലേ? ഇതാ 2, 3. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? 28 ഓപ്ഷൻ ബി ആണ്. മറ്റേത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, 29ാമത്തെ ചോദ്യം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഇതെല്ലാം വരണ്ട ഉഷ്ണക്കാറ്റുകളാണ്. അതിൽ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്നത് ലൂ ആണ് അല്ലേ? ലൂ. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശിശിരകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ. ശിശിരം ഏതാണ്? അതെ, ജനുവരി, ഫെബ്രുവരി ആണ് ശിശിരം കേട്ടോ. ശിശിരം. 31. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നോക്കി നോക്കാം. ഓക്കെ, 31 ശരിയല്ലേ വേണ്ടത്? ശരി, ഞാനിവിടെ സൈഡിൽ ശരി എന്നിട്ട് വെച്ചിട്ടുണ്ട്.
ഓക്കെ, ബീഹാർ, ബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ വീശുന്ന ശൈത്യക്കാറ്റുകളാണ് നോർവെസ്റ്റർ. പെട്ടെന്ന് വായിക്കുമ്പോൾ ശരിയായിട്ട് തോന്നും, പക്ഷെ ശരിയല്ല, തെറ്റാണ്. കാരണം എന്താ? ശൈത്യക്കാറ്റാണോ നോർവെസ്റ്റർ? അല്ല, അവിടെയാണ് അവർ തെറ്റിച്ചത്. ബാക്കിയെല്ലാം ശരിയാ. ബീഹാർ, ബംഗാൾ, ആസാം അവിടെ തന്നെയാണ് നോർവെസ്റ്റർ വീശുന്നത്. പക്ഷെ ശൈത്യക്കാറ്റാണോ? അല്ല അല്ലേ? അതുകൊണ്ട് അത് തെറ്റിപ്പോയി. നോർവെസ്റ്ററുകൾ പ്രാദേശികമായി കാൽ ബൈശാഖി എന്നറിയപ്പെടുന്നു. ശരിയാണല്ലേ? നോർവെസ്റ്ററുകളാണ് കാൽ ബൈശാഖി എന്നും ആസാമിൽ ബർദോളി ചിറ എന്നൊക്കെ അറിയപ്പെടുന്നത്. തേയില, ചണം, നെല്ല് ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചത്. തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമായ കാറ്റാണ് നോർവെസ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ശരിയായതായിരുന്നു വേണ്ടത്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഏതാണ്? 31. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 2ഉം 3ഉമാണ് ശരി. 32. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഷ്ണകാലത്തെ പ്രാദേശിക വാദങ്ങൾ ഏതെല്ലാം? ഉഷ്ണകാലത്തെ പ്രാദേശിക വാദങ്ങളാണ് വേണ്ടത്. മാംഗോ ഷവറും നോർവെസ്റ്ററും ലൂവും ബ്ലോസം ഷവർ എല്ലാം ഉഷ്ണകാലത്തെ പ്രാദേശിക വാദങ്ങളാണ്. ശരിയാണല്ലോ. അതുകൊണ്ട് ഇവയെല്ലാം വരും. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ. 33. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായ വർഷം 1875. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 34. ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി. ഓപ്ഷൻ സി ദിനാന്തരീക്ഷ സ്ഥിതി. ഓക്കെ. 35. ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏതാണ്? തെറ്റായതാണ് വേണ്ടത്. വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ശരിയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷം, ഇടവപ്പാതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. രണ്ടും ശരിയാ. അപ്പൊ തെറ്റായതൊന്നും ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. 35. ഓപ്ഷൻ ഡി ട്ടോ. 36. ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 36 ട്ടോ. ശരിയായ പ്രസ്താവന. ബാക്കി ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അതിപ്പോൾ എങ്ങനെ നിങ്ങളെ കാണിച്ചു തരാം. ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. എല്ലാം കൂടി കാണുമോ? എല്ലാം കൂടി കാണില്ല അല്ലേ? ഇല്ല. നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഇതാ പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ശരിയാണ് വേണ്ടത്. ആദ്യം ഇത് നോക്കൂ. ഈ 2 പ്രസ്താവനകൾ വായിച്ചു നോക്കൂ. ഓക്കെ. ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം. ഇനി അടുത്തത് ഇത് വായിക്കാം. ഓക്കെ. എന്നിട്ട് ഓപ്ഷൻസ് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ശരിയായതാണ് വേണ്ടത്. 36. ക്വസ്റ്റ്യൻ ആണ്. ശരിയായതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ഓരോന്ന് ഞാൻ വായിക്കട്ടെ. ഓക്കെ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ഓക്കെ. അടുത്തത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ 2 ശാഖകളാണ് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. അതും ശരി. ഉഷ്ണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ പ്രദേശമാണ് രാജസ്ഥാനിലെ ഭാമർ എന്ന് പറഞ്ഞാൽ അതും ശരി. അപ്പം 4 എണ്ണവും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇവയെല്ലാം ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 36? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാമാണ് വരുന്നത്. ഓക്കെ. 37. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കൽ മണ്ണാണ് അല്ലേ? എക്കൽ മണ്ണാണ് ശരി ഉത്തരം. 38. താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാം കാണാലോ. ശരിയായിട്ടുള്ളതാ വേണ്ടത്. റിഗർ മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ശരി. വീട് നിർമ്മാണത്തിനായി ലാറ്ററൈറ്റ് മണ്ണിനെ വെട്ടുകല്ലായി ഉപയോഗിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. 1ഉം 2ഉം ശരി. 39. താഴെ തന്നിട്ടുള്ള സൂചനകൾ പരിശോധിച്ച് ഏത് മണ്ണിനമാണ് എന്ന് കണ്ടെത്തുക. ഓക്കെ. കാണാലോ അല്ലേ? എല്ലാം കാണാലോ. ഓക്കെ. വായിച്ചു നോക്കാം. ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരത്തും നദീ താഴ്വാരങ്ങളിലും കാണപ്പെടുന്നു. ഓക്കെ. നൈട്രജൻ അളവ് വളരെ കുറവാണെങ്കിലും വളക്കൂറുള്ള മണ്ണാണ്. ഇന്ത്യയുടെ ഏതാണ്ട് 40% ഭാഗവും ഇത്തരം മണ്ണ് കാണപ്പെടുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട മണ്ണ്.
അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞല്ലോ അല്ലേ. ഏത് വരും? എക്കൽ മണ്ണ് വരും കേട്ടോ. എക്കൽ മണ്ണ്, ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഓക്കെ, 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അതെ അല്ലേ. മൺസൂണും ഉഷ്ണവും മാറി മാറി വരുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് വരണ്ട മണ്ണ് കൂടുതലായിട്ട് രൂപപ്പെടുന്നത്. അതും ശരിയാണ്. അപ്പോൾ 40 ഏത് വരും? 1ഉം 2ഉം ശരിയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 41ാമത്തെ ക്വസ്റ്റ്യൻ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്, റിഗർ മണ്ണ്. ഓക്കെ, 42. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? സുവർണ ചതുഷ്കോണം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഏതൊക്കെയാണ്? മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. 42 ഓപ്ഷൻ ഡി വരും. ഓക്കെ, 43. ചുവടെ തന്നിരിക്കുന്ന പ്രത്യേകതകൾ പരിശോധിച്ച് ഇന്ത്യയിലെ ഏത് ഗതാഗതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഓക്കെ, ഗതാഗതമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തി ആക്ച്വലി അല്ലേ. ഏതാ വരിക? ബാക്കി 2 കൂടി വായിക്കാം. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് ഏതാണ്? അതെ, ജലഗതാഗതമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം അല്ലേ, ജലഗതാഗതം. പിന്നെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത്. 44. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? സാദ്യ മുതൽ ദുബ്രി വരെയാണ്. സാദ്യ മുതൽ ദുബ്രി വരെ. 45. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? മുംബൈ, കൊച്ചി, തൂത്തുക്കുടി വരുമോ? ഇല്ല. നവശേവ. അപ്പോൾ 1ഉം 2ഉം 4ഉം വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, 46. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ ഏതാണ്? 3 ആണ് വരിക അല്ലേ. ദേശീയ ജലപാത 3 ആണ് വരിക. ഓക്കെ, 47. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. ഇത് PYQ ആണ് കേട്ടോ. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? അതിൽ പെടാത്തത് ബ്രഹ്മപുത്രയാണ്. ബാക്കിയെല്ലാം ഉപദ്വീപീയ നദികളാണ് അല്ലേ. ഗോദാവരി, നർമ്മദ, മഹാനദി, പിന്നെ കൃഷ്ണ, കാവേരി, താപ്തി. ഇതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ. അതിൽ വരാത്തത് ആരാണ്? ബ്രഹ്മപുത്രയാണ്. ഓക്കെ, 48. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്കെല്ലാം കാണാൻ കഴിയില്ല, സോറി, എന്തൊരു കഷ്ടമാണല്ലേ. ആദ്യം നിങ്ങൾ ഈ 3 വായിക്കൂ കേട്ടോ. ഓക്കെ, പോസ് ചെയ്തിട്ട് വായിക്കുക. പിന്നെ ഈ 4ാമത്തത് വായിച്ചിട്ട് ഓപ്ഷൻസ് നോക്കൂ കേട്ടോ. ഞാൻ ഓൾറെഡി PDF ടെലിഗ്രാമിൽ ഇട്ടേക്കാം. അത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ ആൻസർ ചെയ്തിട്ട് ഇത് കേട്ടാൽ മതിയല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. ശരിയാണ് അല്ലേ. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ശരി. അടുത്തതോ? സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. ശരി. റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. തെറ്റ്. മീസോസ്ഫിയറുമായിട്ടൊരു ബന്ധമില്ല അല്ലേ, അയണോസ്ഫിയർ അല്ലേ. അപ്പം നമുക്ക് ശരിയായിരുന്നു വേണ്ടത്. അപ്പം 4 മാത്രമാണ് ഇതിൽ തെറ്റുള്ളത്. അപ്പം ശരി 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ എ വരും. 48ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. 49ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. കേരളത്തിലൂടെയാണ്. അപ്പോൾ ഏത് വരും? ദേശീയ ജലപാത 3 വരും അല്ലേ. 49 ഓപ്ഷൻ സി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഏതൊക്കെയാണ്? സത്ലജും പിന്നെ ഏതാണ്? കാളിയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വരും? കുമയൂൺ ഹിമാലയം വരും അല്ലേ. കുമയൂൺ ഹിമാലയം വരും. ഓക്കെ ആണോ അല്ലേ? ഓക്കെ അല്ലേ?
ശരി, അപ്പം 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജോഗ്രഫി ഏറെക്കുറെ ഒരുവിധം ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. റിവിഷൻ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂ കേട്ടോ. അപ്പം എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നോക്കൂ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.